we would have done more than around 450 plus ads. We became a traditional casting company where ഞങ്ങൾ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ സ്കിൻ നല്ല ഗ്ലോ ആക്കി വെക്കുക. സ്കിൻ ഗ്ലോ ആക്കണമെങ്കിൽ നമ്മളുടെ ഫുഡും നമ്മുടെ എക്സസൈസും നമ്മളുടെ സന്തോഷം അതൊക്കെയാണ് ഫേസിൽ കാണുള്ളൂ. മിക്സ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ അതും നല്ലതാണ്. ആദ്യം നമുക്ക് എന്തൊക്കെ ടൂൾസ് എന്നുള്ളതല്ലേ, അത് കഴിഞ്ഞിട്ട് അത് ഉപയോഗിക്കേണ്ടത്. ഇത് SPF 50. മാക്സിമം അങ്ങനത്തെ സിറങ്ങളെല്ലാം നൈറ്റ് യൂസ് ആയിരിക്കുള്ളൂ. ജീൻസിന് പോസ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ ഈ ഔട്ട്ഫിറ്റ് ആയാലും ഇതായാലും ചെയ്യാൻ പറ്റില്ല. ഫുള്ളി അപ്ഡേറ്റഡ് ആവണം. അതുപോലെ സ്കിൻ കെയർ മസ്റ്റ് ആണ് നോക്കണം എല്ലാവരും. ഞാൻ അവർക്ക് ചെയ്താൽ അവർക്കും ഒരു കുറച്ചുകൂടി എക്സ്പോഷർ കിട്ടും. അതുപോലെ ബോഡി സ്ട്രക്ചർ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇങ്ങനെ വീശി വോക്ക് ചെയ്ത് നടക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ആളുടെ ഫിസിക്കിന് അത് ഭയങ്കര ആവശ്യമാണ്. ഇതിൻ്റെ ഒരു ആക്ടിവിറ്റി ആൻഡ് പ്രസൻറ്റേഷൻ വാസ് സോ ഡിഫറെൻറ്റ്. ഷൈനസ് മാറ്റാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ വേ നിങ്ങൾ മിററായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ ടൈറ്റ് ആയിട്ടിരിക്കണം ഷോൾഡർ. I made a survey what they know about fashion, modeling, beauty. What do you know about beauty? Predominantly 98% answers what I got is, if you buy a costly product, use it, you get the look. For you, you are the best. ഡാസ്ലർ എറ്റേണൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫാഷൻ വർക്ക്ഷോപ്പ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ റിയലി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ശരിക്കും ഒരുപാട് മേക്കപ്പിനെ കുറിച്ചാണെങ്കിലും കാസ്റ്റിങ്ങിനെ കുറിച്ചാണെങ്കിലും മോഡലിങ്ങിനെ കുറിച്ചാണെങ്കിലും എനിവേ ഒരുപാട് കാര്യങ്ങൾ, ഈവൻ പോസ്റ്റേഴ്സ് ആണെങ്കിലും എങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇന്ന് മനസ്സിലാക്കി. ഹായ്, എൻ്റെ പേര് ഹണി. ഞാൻ ഡാസ്ലർ എറ്റേണയുടെ ഫാഷൻ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിരുന്നു. ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ. റാമ്പ് വാക്ക്, പിന്നെ കോസ്മെറ്റിക്സ് എങ്ങനെ അപ്ലൈ ചെയ്യണം അതിനെക്കുറിച്ചൊക്കെ ഒരു സെഷൻ കിട്ടി. ഓവറോൾ ആയിട്ടുള്ളൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. താങ്ക് യു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കത്. അതിനുശേഷം നമുക്ക് ഒരു ഗസ്റ്റായിട്ടുള്ള അപ്പൂസ് എന്ന് പറയുന്ന ഒരാളുടെ ഫോട്ടോഷൂട്ട്, മീൻസ് നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ ഏത് കോസ്റ്റ്യൂമിൽ ഏത് അറ്ററിൽ ഏത് രീതിക്ക് പോസ് ചെയ്യണം എന്നുള്ള രീതിക്കുള്ള ക്ലാസ് പുള്ളിക്കാരെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് വെരി ബെനിഫിഷ്യൽ ഫോർ മീ. എൻ്റെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്നിട്ട്. സോ താങ്ക് യു സോ മച്ച്. ഐ എം റിയലി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. താങ്ക്സ് ടു എസ്എൻ ഫാഷൻ ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. സോ ഇത് ഞങ്ങൾക്ക് വേണ്ടി എന്നോട് കണ്ടക്ട് ചെയ്ത ഡാൻസേഴ്സിനും അതുപോലെ എസ്എൻ ഫാഷൻസിനും എൻ്റെ താങ്ക് യു.